أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. الحق من ربك فلا تكونن من الممترين. ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير. صدق الله العلي العظيم. السلام عليكم ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് അവറുകളെ, വേദിയിലുള്ള മറ്റു ഉസ്താദുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹമസർണരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദാറുൽ ഇർഫാൻ ആർട്ട് ഫെസ്റ്റ് അൽ അയ്യാം 2K25 സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടന വേദിയിലാണല്ലോ നാം ഒരുമിച്ച് കൂടിയത്. ഇസ്ലാമിക പാരമ്പര്യം, ഇസ്ലാമിക പൈതൃകം എന്ന മഹത്തായ ഒരു ആശയമാണ് ഈ വർഷം നമ്മൾ നമ്മുടെ ആർട്ട് ഫെസ്റ്റിൻ്റെ പ്രമേയമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക സുവർണകാലങ്ങൾ ചികഞ്ഞന്വേഷിക്കുമ്പോൾ ഒട്ടനവധി മേഖലയിൽ അത് നമുക്ക് നിരവധി പാഠങ്ങളും നിരവധി പ്രചോദനങ്ങളും നൽകുന്നുണ്ട്. ബഗ്ദാദിലെ ദാറുൽ ഹിക്മ മുതൽ കൊർദോവയിലെ യൂണിവേഴ്സിറ്റികൾ വരെ ഒരുപാട് സമ്പുഷ്ടമായ ഒരു പൈതൃകത്തിൻ്റെ അവകാശികളായിരുന്നു നമ്മൾ. ഫാറാബിയും ഇബ്നു സീനയും ഇബ്നു അൽ ഖവാറിസിമിയും അബ്ബാസ് ബിൻ ഫർനാസും ഇബ്നു അൽ ഹൈസം തുടങ്ങിയ ഒട്ടനേകം പണ്ഡിതന്മാർ വിജ്ഞാനത്തിൻ്റെ സർവ്വ മേഖലയിലും അർപ്പിച്ച സമർപ്പണമാണ് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ മേന്മ ഇന്നും വർദ്ധിപ്പിക്കുന്നത്. കലയും സാഹിത്യവും ചരിത്രവും ശാസ്ത്രവും കൂടാതെ ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാരമ്പര്യമായിരുന്നു, ഒരു സുവർണകാലമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ പാരമ്പര്യം എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിത്തന്ന ആ പാരമ്പര്യത്തിൻ്റെ മഹിതമായ ആ കൊട്ടാരം എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയി. ഇൻഷാ അല്ലാഹ് ഇത്തരം കലാകായിക ഫെസ്റ്റുകൾ, ആർട്ട് ഫെസ്റ്റുകളാണ് നമുക്ക് നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ സമ്പുഷ്ടമായ പാരമ്പര്യത്തെ, സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏകമാർഗം. അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കലാ മത്സരങ്ങൾ, കലാപരിപാടികളായിരിക്കണം നമ്മുടെ കുട്ടികളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അതിനുള്ള ഒരു സുവർണാവസരമാണ് അൽ അയ്യാം 2K25 ഈ വേദികളെല്ലാം. അൽഹംദുലില്ലാ, കൃത്യമായി പറഞ്ഞാൽ
സെപ്റ്റംബർ 4 3 ആഴ്ചകളോളം അൽ അയ്യാമിൻ്റെ പരിപാടികൾ നമ്മുടെ കോളേജിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 100-ൽ പരം വരുന്ന കായിക മത്സരങ്ങൾ റിയാല സ്പോർട്സ് മീറ്റ് എന്ന പേരിലും 180-ൽ പരം ഓഫ് സ്റ്റേജ് പ്രോഗ്രാമുകളും വളരെ വിജയകരമായി നമ്മൾ നടത്തി. ഇൻഷാ അല്ലാഹ് ഇനി 28-ാം തീയതി ബുധനാഴ്ച വരെ വളരെ നിർണായകമായ 120ഓളം സ്റ്റേജ് പ്രോഗ്രാമുകളാണ് നമുക്ക് അവശേഷിക്കുന്നത്. ഇസ്ലാമിക പോരാട്ട പാരമ്പര്യത്തെ അല്ലെങ്കിൽ അറേബ്യൻ പോരാട്ട പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന ഫൈലക്, ബുന്ദുക്, കസ്തൽ, ജഹ്ഫൽ എന്നീ 4 പേരുകളാണ് നമ്മൾ 4 ടീമുകൾക്കായി നിർദ്ദേശം ചെയ്തിട്ടുള്ളത്. 6 കാറ്റഗറിയിലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പല രീതിയിലുള്ള കലാപരിപാടികളും കഴിവുകളും പ്രകടമാകുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് വിരിയുന്ന സുന്ദരമായ ദൃശ്യങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ മുതൽ നമ്മൾ കാണാനിരിക്കുന്നുണ്ട്. കലയും സാഹിത്യവും കായികവും തുടങ്ങിയവയാണ് ഓരോ വിദ്യാർത്ഥിയെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും സമ്പൂർണ്ണ വ്യക്തിത്വ വികാസത്തിൻ്റെ അനിവാര്യ ഘടകങ്ങൾ. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് കലയെയും ചരിത്രത്തെയും യുക്തിയെയും വളരെ മോശമായ രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് യുക്തിവാദവും മതനിരാസവും അധാർമികതയും അഴിഞ്ഞാടുന്ന ഈ കാലത്ത് എന്തുകൊണ്ടും മതത്തിലും ഇസ്ലാമിലും ഇസ്ലാമിക സംസ്കാരത്തിലും അധിഷ്ഠിതമായ ഇത്തരം കലാമത്സരങ്ങൾ, ആർട്ട് ഫെസ്റ്റുകൾ എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്, സ്തുത്യർഹമാണ്, പ്രശംസനീയമാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഓരോ ടീമിൻ്റെയും മത്സരങ്ങൾ അരങ്ങേറുമ്പോൾ അത് കേവലം ജയപരാജയം എന്നതിലുപരി ടീമുകൾക്കിടയിൽ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരുമിച്ചുള്ള പ്രയാണങ്ങളുടെയും ഒരു വലിയ സന്തോഷമാകട്ടെ, ഒരു സന്ദേശമാകട്ടെ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. മാത്രമല്ല കേവലം ഒറ്റ വിജയി എന്നതിലുപരി മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ പുറത്തു കാണിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ വേദിയിലേക്ക് സ്വാഗതം ഓതുക എന്നുള്ളതാണ്. ഇവിടെ ഖിറാഅത്ത് നിർവഹിച്ച ബാസിത്ത് വണ്ടൂരിനും അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്ന സ്വാദിഖ് കോളേജിൻ്റെ അഭിമന്യരായ പ്രിൻസിപ്പൽ സ്വാദിഖ് ഉസ്താദ് അവറുകൾക്കും പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ മതപരവും രാഷ്ട്രീയപരവുമായ നേതൃത്വം ഹിമായത്ത് സുന്നിയയുടെ നേത്രസരണി സയ്യിദ് മുസ്തഫ പൂക്കോയ തങ്ങൾ അവറുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വേദിക്ക് ആശംസ അർപ്പിക്കുന്ന നോഫിൽ ഹുദവി മേലാറ്റൂർ, മുഹമ്മദ് ഹുദവി കാപ്പ് എന്നിവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ ഉസ്താദുമാർക്കും വിദ്യാർത്ഥികളുടെ സർവ സജീവത നിറഞ്ഞ മാർഗനിർദ്ദേശികളായ എല്ലാ ഉസ്താദുമാർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അൽ അയ്യാം 2K25 ഏറ്റവും കരുത്തരായ 4 ടീമുകളിലെ വിദ്യാർത്ഥികൾക്കും അൽ അയ്യാം എന്ന പ്രോഗ്രാം പ്രഖ്യാപിച്ചതു മുതൽ ഇതിനു വേണ്ടി രാപ്പകലുകൾ ഭേദമന്യേ അധ്വാനിക്കുന്ന ഇതിൻ്റെ കൺട്രോളേഴ്സ്, കോർഡിനേറ്റേഴ്സ്, വളണ്ടിയേഴ്സ് തുടങ്ങിയവർക്കും ഈ പരിപാടിക്ക് നന്ദി ഭാഷണം അറിയിപ്പിക്കുന്ന ഷുമൈൽ പാണ്ടിക്കാട് എന്ന വിദ്യാർത്ഥിക്കും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കലാകായിക മത്സരങ്ങൾ നമ്മുടെ സമ്പ്രദായത്തെയും മതപരമായ മൂല്യങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു വിളിയാളമാണ്. അത്തരത്തിലുള്ള ഒരു മത്സരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പൂർവികർ ഉണ്ടാക്കി വെച്ച അതേ പൈതൃകം നമുക്ക് നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടി ബാക്കി വെക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഭാഷണം നിർവഹിക്കാനായി പ്രിൻസിപ്പൽ സ്വാദിഖ് ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ ഈ ഒരു മുഹൂർത്തത്തിൽ നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സ്ഥാപനത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ നമ്മുടെ പാണ്ടിക്കാട് കേന്ദ്രീകരിച്ച് ഒരു പാണക്കാടായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് തന്നെ പരിചയമുള്ള ഈ നാട്ടുകാരുടെ എല്ലാമായിരുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മർഹൂം ഉണ്ണിക്കോയ തങ്ങളുടെ മൂത്ത പുത്രൻ ബഹുമാനപ്പെട്ട മുസ്തഫ പൂക്കോയ തങ്ങളാണ്. തങ്ങൾ അവരുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹിമായത്തു അഖായിദി സുന്നിയയിലും അതോടൊപ്പം തന്നെ പാണ്ടിക്കാട് കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെയുള്ള മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ സജീവ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വമാണ്. തങ്ങൾ അവരുടെ എല്ലാ കാര്യത്തിനും അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അൽ അയ്യാം 2K25 എന്ന നമ്മുടെ ഈ ആർട്സ് ഫെസ്റ്റിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് തങ്ങൾ അവരുകൾ സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, നിങ്ങളുടെ പ്രിൻസിപ്പൽ സാദിഖ് അലി ഉദവി അവരുകളെ, ഖിറാഅത്ത് നടത്തിയ ബാസിത്ത് വണ്ടൂർ, സ്വാഗതം പറഞ്ഞ ഇർഫാനുൽ മുർഷിദ് ഉദവി, ആശംസ അർപ്പിക്കുന്ന നൗഫൽ ഉദവി മേലാറ്റൂർ, മുഹമ്മദ് ഉദവി കാപ്പ്, ഉമർ ഫൈസി വെള്ളുവങ്ങാട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ, അതേപോലെ തന്നെ അസീസ് മാസ്റ്റർ ഉറവമ്പ്രം, റഹീം മാസ്റ്റർ കൊടശ്ശേരി, അവരൊക്കെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി പ്രകടിപ്പിക്കുന്ന സുമൈൽ പാണ്ടിക്കാട് തുടങ്ങി സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, മറ്റു ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ ഇന്ന് സമ്മേളിച്ചിട്ടുള്ളത് അൽ അയ്യാം 2K25 എന്ന പേരിൽ കുട്ടികളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ കലയും സാഹിത്യവും ചരിത്രവും ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു മത്സരം ആണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുത്ത് നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഏകദേശം 300 കുട്ടികളുണ്ട്. അവരൊക്കെ ഇവരെ മത്സരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി സ്റ്റേജിതര പരിപാടികൾ മാത്രമാണ് ഇവിടെ നടക്കാനുള്ളത്. ഏകദേശം 28-ാം തീയതി വരെ നിങ്ങളുടെ മത്സരം ഇവിടെ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കുട്ടികൾ തമ്മിൽ മാത്രമല്ല
ലോകത്ത് തന്നെ ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ഏറ്റവും വേദനിപ്പിക്കുന്നത് പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടാണ്. ലോകത്ത് തന്നെ ഏറ്റവും ഭീകരനായ നെതന്യാഹു, അദ്ദേഹം ആരെയും ഭയപ്പെടാതെ ഗസ എന്ന ആ പട്ടണത്തിലെ കുട്ടികളെയും വലിയവരെയും ഒക്കെ നിരന്തരം ദിവസവും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കാണുന്നത്. കുറേയധികം രാഷ്ട്രങ്ങൾ ഇന്ന് പലസ്തീനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ഈ പടിഞ്ഞാറിൽ ഇങ്ങനെ ഫലസ്തീൻ എന്ന പ്രദേശം തന്നെ ഉണ്ടാവില്ല എന്ന് വളരെയധികം വീമ്പിളക്കിക്കൊണ്ടാണ് നെതന്യാഹു ലോകത്തെ തന്നെ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഗസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു ആ കുട്ടികൾക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. എത്രയും വേഗം അവിടെയുള്ള ആ സംഘടനം അവസാനിപ്പിച്ച് അവിടെയുള്ള മനുഷ്യന്മാർക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്ലാമികമായ ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ കലയും സാഹിത്യവുമൊക്കെ. അതിലധിഷ്ഠിതമായിട്ടാണ് നമ്മൾ പരിശീലിച്ച് പോരുന്നത്. ഏറ്റവും അധികം പഴക്കമുള്ള 1000-ലധികം പഴക്കമുള്ള ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയാണല്ലോ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. അവിടെ നിന്നിങ്ങോട്ട് നമ്മുടെ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി വരെയുള്ള ആ കാലഘട്ടങ്ങളിൽ ഒക്കെ തന്നെയും ഇൽമ് പഠിപ്പിച്ചും ഒക്കെ ഇരിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്നും ഈ ഇൽമ് ലോകാവസാനം വരെ തുടർന്ന് കൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇൽമ് ആർക്കും മതിയാവില്ല, എന്നും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഇൽമു പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊരവസാനമില്ല ശരിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മത്സരം നല്ല പരിശീലനത്തോടുകൂടെ മത്സരിച്ച് അതിലൊക്കെ വിജയിച്ച് നാളെ ഈ സമുദായത്തിനും സമൂഹത്തിനും നേതൃത്വം നൽകാൻ ഉതകുന്ന തരത്തിൽ നിങ്ങൾ പരിശീലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ, ജസാക്കല്ലാഹു ഖൈർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ബഹുമാനപ്പെട്ട സയ്യിദ് മുസ്തഫ പുക്കോയ തങ്ങൾ, ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പുതിയൊരു വർഷത്തിൽ അൽ അയ്യാം ഇല ഐനൽ ഫിറാർ എന്ന പേരിൽ നമുക്ക് പുതിയൊരു ആർട്സ് ഫെസ്റ്റിൽ സംബന്ധിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകി. നിങ്ങൾക്ക് മുമ്പിൽ ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ മുമ്പിൽ കണ്ട സമയം നമ്മുടെ ദാറുൽ ഹുദായുടെ ജീവിതങ്ങൾ ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു. ദാറുൽ ഹുദായിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് 1500ഓളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾക്കിടയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന തുടക്കകാലങ്ങളിൽ ദാറുൽ ഹുദ മൊത്തത്തിൽ ഒറ്റ ഹൗസ് മത്സരമായിട്ടാണ് നടത്താറുള്ളത്, PG അടക്കം. അങ്ങനെ ഇരിക്കുമ്പോൾ മുതിർന്ന വിദ്യാർത്ഥികളുടെ കീഴിൽ നമുക്ക് കൂടുതൽ കോച്ചിങ് ലഭിക്കുന്നതും ആ കോച്ചിങ് കിട്ടിയ ഉടനെ സ്റ്റേജിൽ പോയി അവതരിപ്പിക്കുന്നതും അതിൽ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് തിരിച്ചു വന്ന് വേദിയിലിരിക്കുന്ന രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. പക്ഷെ ഇപ്പോഴും ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങളോട് വല്ലാത്ത അസൂയയാണ്. നമ്മളുടെ കാലത്തൊക്കെ ഒരു പരിപാടി ലഭിക്കണമെങ്കിൽ നല്ല കഴിവുണ്ടെങ്കിൽ തന്നെ 4-5 പരിപാടികളൊക്കെ മാക്സിമം ലഭിക്കുള്ളൂ, നോൺ സ്റ്റേജ് അടക്കം. അത്രക്കും ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു പക്ഷേ ഏകദേശം 5 പരിപാടികൾ എന്നെങ്കിലും ഇല്ലാത്ത ഒരു കുട്ടിയും ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അൽഹംദുലില്ലാ, അങ്ങനെ കൂടുതൽ അവസരങ്ങൾ ലഭിച്ച് കൂടുതൽ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ ദാറുൽ ഇർഫാൻ നമുക്കുണ്ട്. നമുക്കതിനു വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സുന്ദരമായ വേദിയും അതുപോലെ തന്നെ സുന്ദരമായ ശബ്ദവും അതിനനുസരിച്ച് എല്ലാം ക്രമീകരിച്ച ഒരു സാഹചര്യമാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ വേദിയിൽ വന്നിരിക്കുമ്പോൾ തന്നെ, ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊക്കെ വളരെ അഭിമാനകരമായ രൂപത്തിൽ നമ്മുടെ ലിസാൻ്റെ ആർട്ട് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ വളരെ സുന്ദരമായി ഈ വേദി അവർ സജ്ജീകരിച്ചു വച്ചിരിക്കുകയാണ്. അവരുടെ കലകളാണ് നമ്മളുടെ പിന്നിൽ ഇങ്ങനെ പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ഇതിൻ്റെ തുടക്കം മുതൽ ഈ ലിസാൻ്റെ കീഴിൽ ഈ ഒരു പരിപാടി പ്ലാൻ ഇടുന്നത് മുതൽ ഇതിനു വേണ്ടി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആർട്സ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട കളക്ഷൻ എടുക്കുന്നത് മുതൽ തുടങ്ങി ഇതിനുള്ള ജഡ്ജിമാരെ വിളിക്കുന്നത് തുടങ്ങി അങ്ങനത്തെ ഓരോ കാര്യത്തിലും കൃത്യമായി നമുക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരും വിദ്യാർത്ഥികളുമുണ്ട്. എല്ലാവരെയും ഇവിടെ നന്ദിയോടെ സ്മരിക്കുകയാണ്. എല്ലാവരുടെയും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുൽ ജസാ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലാമിലെ കലകൾ അൽഹംദുലില്ലാ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ മതമാണ്. അതുകൊണ്ട് തന്നെയാവാം ഇസ്ലാമിക സംസ്കാരങ്ങൾ, ഇസ്ലാമിക ഭരണകൂടങ്ങളൊക്കെ നടന്നുപോയ പ്രദേശങ്ങളിലൂടെയൊക്കെ ധാരാളം കലാമുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും അതിനു മുമ്പും കവിതകളായിട്ടുമൊക്കെ ധാരാളം കലാരൂപങ്ങൾ നിലനിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അന്ന് നിലനിന്ന കവിതകൾ ഇന്നും ചിരഞ്ജീവിയായി നമ്മിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ഓരോ കലകളും കലാരൂപങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ നല്ല കവിത അറിയുന്ന ഒരാളുടെ നാവിന്
അവർ യുദ്ധത്തിൽ പ്രയോഗിച്ചിരുന്ന വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. സബുൽ മുഅല്ലഖാത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. കാബയിൽ കവിത 7 പ്രധാനപ്പെട്ട കവികളുടെ കവിത തൂക്കുന്ന സംവിധാനം തുടങ്ങി അങ്ങനെ ധാരാളം, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷവും ഈ കവികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും, പ്രത്യേകിച്ച് ഇസ്ലാമിക യുദ്ധങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ നേതൃത്വത്തിന് ഈ കവിതകളുടെ അകമ്പടി ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചതാണ്. ഇങ്ങനെ തുടങ്ങി പല മേഖലകളിലും നമ്മുടെ കലകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനുശേഷമുള്ള അബ്ബാസികളുടെ കാലത്താണെങ്കിലും അമവികളുടെ കാലത്താണെങ്കിലും എല്ലാ കാലങ്ങളിലും ഈ കലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും നമ്മുടെ മുഗളന്മാരുടെ കാലത്താണെങ്കിലും മറ്റു ഡൽഹി സുൽത്താനേറ്റുകളിലൊക്കെ ഈ കലകളുടെ വർണ്ണാഭമായ ഒരു കാലമായിരുന്നു. ഇൻഷാ അല്ലാഹ് ആ കലകൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ആ കലകൾ തിരിച്ചു പിടിക്കണം. ആ കലകളുടെ വക്താക്കളായിട്ട് നമുക്ക് മാറണം. അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. മഗർ വോ ഇൽമ കി മോത്തി കിതാബെ അപ്നെ ആബാ കി ജോ ദേഖെ ഉൻകോ യൂറോപ്പ് മേ തോ ദിൽ ഹോത്താ ഹൈ സീപാറ എന്ന് അല്ലാമ ഇഖ്ബാൽ പാടിയതുപോലെ നമ്മളുടെ ആ വിലപിടിപ്പുള്ള ആ ഗ്രന്ഥങ്ങൾ യൂറോപ്യന്മാരുടെ കയ്യിൽ കാണുമ്പോൾ മനസ്സ് വല്ലാതെ പതറിപ്പോകുന്നു എന്ന് അദ്ദേഹം വളരെ ടെൻഷനോടെ പങ്കുവെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് തിരിച്ചു പിടിച്ച് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചേർന്ന് ഈ ലോകത്തിന് ഉത്തമ നേതൃത്വം നൽകുന്ന നല്ലൊരു ഹുദവികളായി നമുക്ക് മാറാൻ ഈ കലകൾ, ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശുക്രൻ ജസാക്കുമുല്ലാഹു ഖൈർ. നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ അറിയിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ അക്കാഡമിക് ഇൻചാർജ് കൂടിയായ ബഹുമാനപ്പെട്ട നൗഫൽ ഹുദവി ഉസ്താദിനെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾ നമ്മുടെ ആർട്സ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ലിസാൻ മീഡിയയുടെ നേതൃത്വത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അത് ഇപ്പോൾ 1, 2, 3 അല്ല 60 ലക്കങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ. 61ാമത്തെ ലക്കത്തിന്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ പ്രകാശനം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് സിനാൻ 6ാം ക്ലാസ്. ഇരുവരെയും സാദരം ക്ഷണിക്കും. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മക്കളെല്ലാവരും ഒന്ന് എണീറ്റിക്കാൻ കഴിയോ? ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫല്ലദീന ആമനൂ ബിഹി وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله مولانا العلي العظيم. دع الأيام تفعل ما تشاء، دع الأيام تفعل ما تشاء، وطب نفسا إذا حكم القضاء، ولا تجزع لحادثة الليالي، ولا تجزع لحادثة الليالي، فما لحوادث الدنيا بقاء. ഈ അനുഗ്രഹീതമായിരിക്കുന്ന സദസ്സിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൃതഹസ്ഥനായ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ഹുദവി ഉസ്താദ്, അൽ അയ്യാം
2K25 ചീഫ് കൺട്രോളർ ഇർഫാനുൽ മുർഷിദ് ഹുദവി ഉസ്താദ്, വേദിയിലിരിക്കുന്ന സ്ഥാപനത്തിന്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഹുദവി, ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായിരിക്കുന്ന ഉദ്ഘാടനം നിർവഹിച്ച് നമ്മെ അനുഗ്രഹിച്ച് പോയ വന്യരായ സയ്യിദ് മുസ്തഫ പൂക്കോയ തങ്ങൾ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഹസീബ് ഹുദവി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഹേതുകങ്ങളായ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നിങ്ങളെ മുഖത്തേക്ക് ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ വികാരങ്ങളുടെ ഒരു സമ്മിശ്രമായിരിക്കുന്ന പ്രതികരണമാണ് മനസ്സിന്റെ ഉള്ളിൽ. ഒരേ സമയം കൗതുകമുണ്ട്, അതേസമയം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അതേസമയം നിങ്ങളുടെ ഈ പരിക്ഷീണമായിരിക്കുന്ന മുഖവും ഉറക്കൊക്കെ കാണുമ്പോൾ ദുഃഖമുണ്ട്. ഞങ്ങൾക്കും ഇന്നലെകളിൽ ഇതുപോലെയുള്ള സായാഹ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏതോ ഒരു പ്രഭാഷകന്റെ വാക്കിന്റെ തീട്ടൂരങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന, ചടച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷയോട് കൂടെ തിളങ്ങുന്ന കണ്ണുകളുമായിരിക്കുന്ന ഈ വിവിധ മുഖങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നലെകളിൽ നടന്നു പോയ വഴികളെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയാണ്. ഈ അസ്വസ്ഥതകളും ഈ സന്തോഷങ്ങളും ഈ മന്ദഹാസങ്ങളും ഈ മന്ദപ്പുകളുമാണ് ജീവിതത്തിൻ്റെ ഇരുട്ടിനെയും വെളിച്ചത്തെയും നിർണയിച്ച് തന്നത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിലൂടെ ആ ലോകങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു. അൽ അയ്യാം 2K25 എത്ര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണിലാണ്, മുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത്. എത്ര വീരേതിഹാസങ്ങളായിരിക്കുന്ന ആർട്ട് ഫെസ്റ്റുകൾ നമ്മൾ കഴിച്ചു കടത്തി, നമ്മൾ കൊണ്ടാടി ആഘോഷപൂർവം ഇന്നലെകളെ നമ്മൾ സജീവമാക്കി. ആ മണ്ണിൽ വീണ്ടും ഒരു പന്തൽ ഉയരുകയാണ്. ആ മണ്ണിൽ വീണ്ടും ഒരു പോരാട്ടത്തിന്റെ തീത്തുപ്പി നിൽക്കുന്ന പ്രഭാതങ്ങളിലേക്കും പ്രദോഷങ്ങളിലേക്കും നമ്മൾ ഒരുമിച്ച് കടക്കുകയാണ്. ഫറോക്ക് പാലത്തിന്റെ ഇപ്പുറത്തേക്ക് 6 മാസക്കാലം ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തിന്റെ ബൂട്ടിട്ട കാൽപാദങ്ങളുടെ ശബ്ദം കേൾക്കാൻ അനുവദിക്കാതെ, അഭിമാനത്തിന്റെ ആത്മാഭിമാനം കൊണ്ട് മാത്രം തലയുയർത്തി നിന്ന വാരിയം കുന്നന്റെ മണ്ണിൽ വീണ്ടും ഒരു പോരാട്ടത്തിന്റെ തിരശ്ശീല ഉയരുകയാണ്. പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമുക്ക് സഞ്ചരിക്കാൻ ദൂരം ഒരുപാടുണ്ട്. സിതാരോं के आगे जहां और भी है, सितारों के आगे जहां और भी है, अभी इश्क के इम्तिहान और भी है. क़नाअत न कर आलमे रंग बू पर, क़नाअत न कर आलमे रंग बू पर, चमन और भी आशियां और भी है. अगर खो गया एक नशे में तो क्या गम, अगर खो गया एक नशे में तो क्या गम, मकामाते आहें फगा और भी है. इसी रोज शब में, इसी रोज शब में उलझ कर न रह जा, कि तेरे ज़मानो मकान और भी है. അല്ലാമ ഇക്ബാലിന്റെ തപ്തമായിരിക്കുന്ന കാവ്യ തല്ലജങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുകയാണ്. പ്രിയം നിറഞ്ഞവരെ, ഈ ആശംസാ ഭാഷണത്തിൽ ഒരൊറ്റ സന്ദേശം മാത്രമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. എന്നെയും നിങ്ങളെയും മാത്രമല്ല, ഈ അഖിലാണ്ട കടാഹങ്ങളെ പടച്ച് പരിപാലിക്കുന്ന ഒരു നാഥൻ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ആ നാഥൻ നമ്മിലേക്ക് പറഞ്ഞയച്ച ഒരു പ്രവാചകൻ നമ്മുടെ കരങ്ങളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫല്ലദീന ആമനൂ ബി വഅസ്സറൂഹു വനസറൂ വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹ് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്തിൽ നിന്നാണ് പ്രിയം നിറഞ്ഞവരെ നമ്മൾ ആവേശം ഉൾക്കൊള്ളുന്നത്. ഈ ആയത്തിൽ നിന്നാണ് വിജയത്തിന്റെ ചൂണ്ട് പലകകൾ നമ്മൾ പഠിക്കുന്നത്. ഈ ആയത്ത് ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ അമരക്കാരനെ കുറിച്ചൊരു അനുഭവം പറഞ്ഞത് നിങ്ങളുമായി പങ്കുവെക്കൽ സംഗതമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വന്നിരായ അമീറുൽ ഉമ്മ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ രാത്രി 2 മണിക്ക് തങ്ങൾ വീട്ടിലെത്തി.
2 മണിക്ക് ശേഷമാണ് പ്രിയപ്പെട്ട സുഹൃത്തും തന്റെ അനുയായികളും വീട്ടിലെത്തിയത്. തങ്ങളെ കാത്ത് അവിടുത്തെ വരാന്തയിൽ അവർ രാത്രി കഴിക്കുകയാണ്. അങ്ങനെ 4:30 മണിക്ക് തങ്ങളുടെ വീട്ടിൽ നിന്ന് വീണ്ടും വെളിച്ചം ഉണർന്നു. ഒന്നിരായ തങ്ങൾ 4:30 തന്റെ കതക് വീണ്ടും തുറക്കുകയാണ്. തഹജ്ജുദിന്റെ സമയത്ത് അമീറുൽ ഉമ്മ വീണ്ടും ഉണരുകയാണ്. ഉമ്മത്തിന് വേണ്ടി ഓടിക്കിതച്ച രാത്രി 2:30 തിരികെ വീട്ടിലെത്തിയിട്ടും 4:30 വീണ്ടും തഹജ്ജുദിന്റെ മുസല്ലായിലേക്ക് അമീറുൽ ഉമ്മ എണീക്കുന്ന അനുഭവം പങ്കുവെച്ചത് പ്രിയം നിറഞ്ഞവരെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാര പായിൽ നിന്നും പള്ളിക്കൂടത്തിൽ നിന്നും നമുക്ക് തുടങ്ങേണ്ട ഒരു വിപ്ലവത്തെക്കുറിച്ച് നമ്മുടെ നേതാവ് നമ്മളോട് പറയുന്നുണ്ട്. ഇന്നലെകളിൽ നമ്മുടെ പ്രസ്ഥാനത്തെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഗ്രാമാന്തരങ്ങൾ ചെന്ന് കുമിഞ്ഞു കൂടി നിൽക്കുന്ന ഇരുട്ടിന്റെ കാളിമയെ തുടച്ചു നീക്കാൻ വേണ്ടി വന്നിരായ CH ഉസ്താദിന്റെ ചരിത്രം മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. 1967 CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ വാക്കും എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹത്തിനും മുഹമ്മദ് കുരികൾക്കും സ്വീകരണം കൊടുത്തൊരു വേദിയിൽ CHന്റെ പ്രസംഗം അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇതാ ജീവിതം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ CH മുഹമ്മദ് കോയ സാഹിബിന്റെയും വാക്കുകൾ ഓർക്കുകയാണ്. പ്രിയം നിറഞ്ഞവരെ, ഈ സത്യത്തിന് നമുക്ക് പകരം കൊടുക്കാനുള്ളത് നമ്മുടെ ജീവിതമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖും അതാണ് ചെയ്തത്. സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള സിറാത്തുൽ മുസ്തഖീം എന്ന വഴിയെ ലോകർക്ക് പകർന്നു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ, അതിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ അഷ്റഫുൽ ഖൽഖിന് സമ്മാനമായി കൊടുക്കേണ്ടി വന്നത് അവിടുത്തെ ജീവിതമാണ്. അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ, അയ്യാമിന്റെ ഈ പോരാട്ട ഭൂമിയിൽ നമ്മളെയാണ് നിർമ്മിക്കുന്നത്. ഈ നിർമ്മാണത്തിന്റെ ഒടുവിൽ ഈ ജീവിതം സമർപ്പിക്കാനുള്ളത് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്. കുഫറിന്റെയും ശിർക്കിന്റെയും ഇരുട്ട് കട്ട പിടിച്ചു നിൽക്കുന്ന ഇരുട്ട്, അട്ടിയിൽ ഇരുളിരുളിന്മേൽ കട്ട പിടിച്ചൊരു പാതാളം എന്ന് മനസ്സിൽ ചെങ്ങമ്പുഴ പാടിയതുപോലെ ഇരുട്ടിന്റെ കാളിമക്ക് അതിന്റെ ഘനാന്ത കാലത്തിന് ശക്തി കൂടുന്ന കാലത്ത് പ്രിയം നിറഞ്ഞവരെ, ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന ജീവിതം നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. അവിടെ ശിർക്കിന്റെയും കുഫറിന്റെയും മാസിയത്തിന്റെയും കോട്ടകൊത്തളങ്ങളെ ജീവിതത്തിന്റെ വെളിച്ചത്തിന്റെ ആ പ്രകാശ താവള്യത്തിൽ നമുക്ക് ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കാൻ കഴിയണം. ആ നിർമ്മാണത്തിന്റെ ഇടങ്ങളിലാണ് പ്രിയം നിറഞ്ഞവരെ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാനുള്ളത്, നമുക്ക് നേടാനുള്ളത്. ഏറ്റവും വലിയ നേട്ടം അത് പടച്ച റബ്ബിന്റെ തൃപ്തിയാണ്. വരിളുവാനും മിനല്ലാഹി അക്ബർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഏറ്റവും ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം പ്രിയം നിറഞ്ഞവരെ താൽക്കാലികമായ ഏതെങ്കിലും ഗ്രേഡുകളല്ല, താൽക്കാലികമായ ഏതെങ്കിലും പൊസിഷൻസ് അല്ല. ജീവിതത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന അച്ചീവ്മെന്റ് പടച്ച റബ്ബിന്റെ റിളയാണ്, അഷ്റഫുൽ ഖൽഖിന്റെ റിളയാണ്. ആ റിളക്ക് വേണ്ടിയിട്ടാണ് അംബിയ മുർസലുകൾ ജീവിതം സമർപ്പിച്ചത്. ആ റിളക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നേതാക്കന്മാർ ജീവിതം സമർപ്പിച്ചത്. നമുക്കും ആ ജീവിതത്തിന്റെ വഴിയിൽ ആ സിറാത്തുൽ മുസ്തഖീമിന്റെ ആ തീരത്ത് ജീവിതം സമർപ്പിക്കാൻ, സ്വന്തം ജീവിതത്തിൽ ഈ വെളിച്ചം സംഭരിച്ചുകൊണ്ട് കൂടെയുള്ള മനുഷ്യരെ ഈ വെളിച്ചത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ദൂരെ സഞ്ചരിക്കണം. ആ സഞ്ചാര പദത്തിൽ നിങ്ങൾക്ക് വേണ്ട ആയുധങ്ങൾ ശേഖരിക്കാനുള്ള ഇടമാണ് അയ്യാം 2K25. ഒരിക്കൽ കൂടെ കലകളുടെ, സാഹിത്യത്തിന്റെ, പറയലിന്റെ, കേൾവിയുടെ, കവിതയുടെ, അതുപോലെ തന്നെ ശീലുകളുടെ വിവിധങ്ങളായിരിക്കുന്ന കവാടങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ, ഒരുങ്ങുക, നിങ്ങളെ ഒരുക്കി തയ്യാറാക്കുക. പോരാട്ടത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു നിൽക്കുകയാണ്. പോരാട്ടത്തിന്റെ പടഹധ്വനിയുടെ വിളിയാളങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. ശുക്രം, ജസാക്കുമുല്ലാഹു കുല്ല ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, തിമിർത്ത് പെയ്ത മഴ പോലെ വളരെ സുന്ദരമായ വാക്കുകളിലൂടെ ഉസ്താദ് പല കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചു. അതിലപ്പുറം നമുക്ക് അവതരിപ്പിച്ച് കാണിച്ചു തന്നു. ഇതുപോലുള്ള പ്രസംഗങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ആദ്യത്തെ കാര്യപരിപാടിയുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.
അടുത്തതായി നമ്മുടെ വേദിയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹുദവിമാരുടെ ടീം അവതരിപ്പിക്കുന്ന സുന്ദരമായ ഒരു സെഷൻ ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത് ഡിസാന്റെ ഭാരവാഹി കൂടിയായ ഷുമൈൽ പാണ്ടിക്കാടാണ്. അതിനുവേണ്ടി ഷുമൈലിനെ ക്ഷണിക്കും. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي علم بالكلام علم الإنسان ما لم يعلم والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സ്വാദിഖ് അൽ ഹുദവി ഉസ്താദ് അവർകൾ, ഈ വേദിയിലെ ഉദ്ഘാടകൻ സയ്യിദ് മുസ്തഫ പൂക്കോയ തങ്ങൾ, വേദിയിലും സദസ്സിലുമായുള്ള ഏറെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരും പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു നന്ദി ഭാഷണത്തിന് മുതിരുന്നില്ല. അതിനനുയോജ്യമായ ഒരു സമയമായി ഇതിനെ കണക്കാക്കുന്നുമില്ല. ഏതായിരുന്നാലും ദാറുൽ ഇർഫാൻ ആർട്സ് ഫെസ്റ്റ് അൽ അയ്യാമിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടി ഇതോടുകൂടി ഇവിടെ സമാപിക്കുകയാണ്. പരിപാടിയുടെ തൊട്ടുടനെ തന്നെ ഈ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടി പിരിച്ചുവിടലോടുകൂടി തന്നെ വേദിയിൽ അൽ അയ്യാം RJ അരങ്ങേറും. അതിനു തൊട്ടുടനായി അൽ അയ്യാം ഇനാഗുറേഷൻ വേദിയിൽ സ്ഥാപനത്തിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി ഉണ്ടാകും. അതിനുശേഷമാണ് അൽഹംദുലില്ലാഹ് നമ്മൾ നമ്മുടെ കോളേജിലേക്ക് വിളിച്ചു വരുത്തിയ ടീം വാദി ഫിദ അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ പരിപാടി അരങ്ങേറാനിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളോട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഔദ്യോഗിക പരിപാടി പിരിച്ചുവിടലോടുകൂടെ തന്നെ വേദിയിൽ RJക്ക് തുടക്കമാകും. ഏതായിരുന്നാലും ഈ വേദിക്ക് ഖിറാഅത്ത് അവതരിപ്പിച്ച ബാസിത്ത് വണ്ടൂരിനും സ്വാഗതമോദിയ അൽ അയ്യാം ആർട്ട് ഫെസ്റ്റിന്റെ ചീഫ് കൺട്രോളർ ഇർഫാൻ അൽ മുർഷിദ് ഉദവി ഉസ്താദിനും വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സ്വാദിഖ് അലി ഉദവി ഉസ്താദ് അവർകൾക്കും ഉദ്ഘാടനം നിർവഹിച്ച ബഹുവന്യരായ സയ്യിദ് മുസ്തഫ പൂക്കോയ തങ്ങൾ അവർകൾക്കും വേദിയിൽ ആശംസാ ഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട നൗഫൽ ഉദവി ഉസ്താദ് അവർകൾക്കും മറ്റു ഉസ്താദുമാർക്കും എല്ലാവർക്കും വേദിയിലും സദസ്സിലുമായുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിക്കുന്നു. അതോടൊപ്പം ഇത്തരമൊരു ഉദ്ഘാടന വേദിയുടെ നന്ദി ഭാഷണം അതിന്റെ പ്രഭാഷണ പീഠത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളെ സ്മരിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു അതിമനോഹരമായ വേദി നമുക്കൊരുക്കി തന്ന സ്ഥാപനത്തിലെ ആർട്ട് ടീം, നമ്മുടെ പരിപാടികളെല്ലാം പുറത്തെത്തിക്കുന്ന സ്ഥാപനത്തിലെ മീഡിയ ടീം തുടങ്ങി ഒട്ടനേകം ആളുകളെ നമുക്കിതിൽ സ്മരിക്കാനുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് 3 സ്വലാത്തോടുകൂടി ഈ ഔദ്യോഗിക പരിപാടി പിരിച്ചുവിട്ടുകൊണ്ട് വേദി അൽ അയ്യാം RJ തയ്യാറാവുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വിദ്യാർത്ഥികൾ വേദിയിൽ തന്നെ ഇരിക്കണമെന്ന് അറിയിക്കുന്നു.